കേണൽ എസ് ഡിനി, ഇന്നും സൈന്യം പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. പാക് ആക്രമണങ്ങളെ ഏതു രീതിയിലാണ് നമ്മൾ തച്ചുടച്ചത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഏറെ ഗൗരവ സ്വഭാവമുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയായിരുന്നല്ലോ അമൃത്സറിലെ സുവർണ ക്ഷേത്രം ആക്രമിക്കാനുള്ള പദ്ധതി. അതനുസരിച്ചായിരുന്നു മിസൈലുകൾ പാകിസ്ഥാൻ തൊടുത്തുവിട്ടത്. പക്ഷേ നമ്മുടെ വ്യോമ പ്രതിരോധ കവചം തന്നെ സുവർണ ക്ഷേത്രത്തിന് ചുറ്റും സൃഷ്ടിച്ചുകൊണ്ടാണ് അതെല്ലാം തച്ചുടച്ചത്. ഇത് വിശദീകരിക്കവേ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ വെറും 10% മാത്രമാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ കൗതുകകരമായ ഒരു വസ്തുത. നമ്മുടെ സൈനിക ശക്തി എന്താണ് എന്നുള്ളത് പാകിസ്ഥാന് ഇപ്പോൾ കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്നൊരു സാഹചര്യം. എന്തായാലും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ വിജയം, സൈനിക ശക്തിയുടെ വിജയം, ഇതെല്ലാം ഓരോ ദിവസവും കൃത്യമായ ദൃശ്യങ്ങളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ നമ്മൾ എത്ര കൃത്യമായി ഒരു മൊട്ടുസൂചി തറയ്ക്കുന്നത് പോലെ കൃത്യമായി എവിടെയൊക്കെയാണോ ഭീകര കേന്ദ്രങ്ങൾ അത് കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് അവിടമൊക്കെ തരിപ്പണമാക്കുന്ന കാഴ്ച, അവിടെ നിന്ന് തന്നെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അവരുടെ വ്യോമത്താവളങ്ങൾ നമ്മൾ നശിപ്പിച്ച കാഴ്ച, ഇങ്ങനെ വളരെ ആസൂത്രണത്തോടെ കൃത്യതയോടുകൂടി നടത്തുന്ന ഒരു നീക്കം തന്നെയായിരുന്നില്ലേ ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ? വളരെ ശരിയാണ്. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. എനിക്കൊന്ന് ഭാരതത്തിനുള്ളിലും ആർക്കും ഡൗട്ട് ഇല്ല. ഭാരതത്തിന് പുറത്തും ലോക രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സ്ട്രാറ്റജിക് അഫയേഴ്സ് അല്ലെങ്കിൽ ഡിഫൻസ്, ഇതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ ഭാരതത്തിന്റെ ഈ ഒരു ആക്ഷൻ ഓപ്പറേഷൻ സിന്ദൂറിനെ അവർ തന്നെ വളരെ അതിശയത്തോടും വളരെ റെസ്പെക്ട്ഫുള്ളിയാണ് അവർ കാണുന്നത്. എങ്ങനെയാണ് ഒരു രാജ്യം ഭീകരവാദത്തിന് അഗേൻസ്റ്റ് ഉള്ള പോരാട്ടത്തിൽ ഇതുപോലുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അതും ന്യൂക്ലിയർ വെപ്പൺ ഉള്ള ഒരു രാജ്യത്തിന്റെ അഗേൻസ്റ്റ് ആണ് നമ്മൾ ചെയ്തത്. അത് വേറൊരു രാജ്യമല്ല, ന്യൂക്ലിയർ വെപ്പൺ ഉള്ള ഒരു രാജ്യത്ത് ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഇത്ര പ്രിസൈസ് ആയിട്ട്, എത്രയാണോ ആവശ്യം, അപ്രോപ്രിയേറ്റ് എത്രയാണ് ആവശ്യം അത്ര മാത്രം നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഇതൊരു പാഠപുസ്തകത്തിന്റെ ഭാഗമായിട്ട് തന്നെ ലോകരാജ്യങ്ങളിലെ പല മിലിറ്ററി ആം ഫോഴ്സസും അവരിതിനെ പഠിക്കും, ഇതിനെക്കുറിച്ചുള്ള അതൊക്കെ അനാലിസിസ് ഒക്കെ നടത്തും. പക്ഷെ നമ്മൾ ഇന്ന് 15 ഡിവിഷന്റെ GOC ജനറൽ കാർത്തിക് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഗോൾഡൻ ടെമ്പിളിനെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്ത് ഒരു മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ പാകിസ്ഥാന്റെ ഭാഗത്ത്, അവർ അതിന്റെ എക്സ്പേർട്സ് ആണ്, മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ വന്നിരുന്നു. അതായത് ഗോൾഡൻ ടെമ്പിളിനെ ഭാരതത്തിന് സൈന്യം തന്നെ തകർത്തു, അതായത് മിസൈൽ ഇട്ട് തകർത്തു എന്നുള്ളത്. എന്തായിരുന്നു അതിന്റെ കാരണം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിഖ് കമ്മ്യൂണിറ്റിയിൽ അഗെയിൻസ്റ്റ് ആയിട്ട് അവർ ഈ ഒരു വിദ്വേഷം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് അത് ചെയ്തത്. അതിന്റെ സെയിം ഒരു ഫലത്തിന് വേണ്ടിയാണ് അന്ന് ആ അറ്റാക്ക് നടന്ന സമയത്ത് അവർ തന്നെ ഗോൾഡൻ ടെമ്പിളിനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചതും. നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം, പ്രത്യേകിച്ച് ആകാശ് എന്നൊക്കെ പോലെ അതിന്റെയൊക്കെ ഇന്ന് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതിന്റെ പ്രൂഫ്, അതിന്റെ ഓഫീസേഴ്സ്, ജവാൻസ്, പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളെല്ലാം തന്നെ ഇന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് അവർ തന്നെ ബ്രീഫ് ചെയ്യുന്നതിന്റെ ഏറ്റവും നമ്മുടെ ഇന്ത്യ എന്നുള്ള ഡെമോക്രാറ്റിക് നേഷന്റെ ഏറ്റവും ഒരു നല്ലൊരു ഉദാഹരണമായിട്ട്, അതായത് ഓപ്പറേഷൻ ആരാണോ പങ്കുചേർന്ന് അവരെ തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്ന രീതിയാണ്. പക്ഷെ ഈ ഒരു ശ്രമം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗോൾഡൻ ടെമ്പിൾ പോലെ എത്ര പവിത്രമായിട്ടുള്ള സിഖ് കമ്മ്യൂണിറ്റിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് അല്ല. ഞാനൊക്കെ അവിടെ പല പ്രാവശ്യം പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ ആ ഒരു ആരാധനാലയത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കാരണം ആ ഒരു സമയത്ത് ഈ മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ കൂടെ നടന്നിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതായിരുന്നു പാകിസ്ഥാൻ ശ്രമിച്ചത്. നോക്കൂ, അവരുടെ ഒരു ഒരു കുബുദ്ധി എന്ന് പറയത്തില്ലേ, അവര് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത സമയത്ത് അവർ സിവിലിയൻ എയർലൈൻസിന്റെ മറവിലാണ് ചെയ്തത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം ദർ ആർ നോ റൂൾസ്, ദർ ഇസ് നോ ധർമ്മ. അവരെ സംബന്ധിച്ചോളം അവരെന്താണ് ചെയ്യുന്ന, അവരുടെ ആ ടാസ്ക് അല്ലെങ്കിൽ അവർ നമ്മളെ എത്രമാത്രം ഹാം ചെയ്യണം അതിന് മാത്രമേ അവർ ശ്രമിക്കത്തുള്ളൂ. അവർ സിവിലിയൻസിനെ ആണോ ആരാധനയിലാണോ ഒന്നും അവർ നോക്കത്തില്ല. ഇതേപോലെ തന്നെ പുഞ്ചില് അവിടെ ഒരു മുസ്ലിം പള്ളിയിലെ പോലും അവർ ടാർഗറ്റ് ചെയ്തു. ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ, കോൺവെന്റ് സ്കൂളിനെ ടാർഗറ്റ് ചെയ്തു. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഭാരതത്തിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക. അത് തന്നെയായിരുന്നല്ലോ പെഹൽഗാമിന്റെയും അവരുടെ ലക്ഷ്യം. പെഹൽഗാമിലും ഇതേപോലത്തെ മതത്തിന്റെ പേരിൽ ചെയ്തതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തമ്മിലടിക്കണം. പക്ഷെ അവിടാണ് ഏറ്റവും വലിയൊരു ഫെയിലിയറും ആയത്. നമ്മൾ അങ്ങനെ ഒന്നും നടന്നില്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്ന് അങ്ങും ഇഞ്ഞും കുറച്ചു പേരെങ്കിലും 1-2 ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ മെജോറിറ്റി, അതായത് 99.99% ആളുകളും നമ്മൾ ഒരുമിച്ച് നിന്നു. ഒറ്റക്കെട്ടായിട്ട് സൈന്യത്തിന് കൂടെ നിന്നു. ഒറ്റക്കെട്ടായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സക്സസിനെ എല്ലാവരുടെയും സക്സസ് ആയിട്ട് കണ്ടു.
ആ രീതിയിലുള്ള തിരിച്ചടിയാണ് എനിക്ക് തോന്നുന്നു പാകിസ്ഥാന് ഏറ്റവും വലിയ തിരിച്ചടി. അപ്പൊ തീർച്ചയായിട്ടും സൈനികർ ചെയ്യേണ്ട കാര്യങ്ങൾ സൈനികർ കൃത്യമായിട്ട് ചെയ്തു. നമ്മുടെ ടെക്നോളജിയെ ഇന്ന് ലോകത്ത് മുൻപ് കാണിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയായിട്ട് നമ്മൾ ഇത് കണ്ടു. പക്ഷെ ഭാരതത്തിന്റെ ഉള്ളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയക്കാര്, ബാക്കിയുള്ള എല്ലാ മത നേതാക്കന്മാര് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പാകിസ്ഥാന്റെ ഈ ഒരു ഈവിൾ ഡിസൈൻ എന്ന് പറയത്തില്ലേ, അതായത് ഈ ഒരു വളരെ നീചമായിട്ടുള്ള അവരുടെ ഒരു പ്ലാൻസിനെ നമ്മൾ തകർത്ത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും നമുക്ക് ഉറച്ച് പറയാൻ സാധിക്കുക.